ഇന്ന് ഞായറാഴ്ച. അപ്പം ഞായറാഴ്ച നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു സിനിമയ്ക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്ന് ആലോചിച്ചപ്പോൾ കുറേ സിനിമകളുണ്ട്. ഏതിന് പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹിന്ദി സിനിമ ഉണ്ടല്ലോ, എന്താണ് ചാവ. അപ്പോൾ അത് നമ്മുടെ കോഴിക്കോടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, കാഞ്ഞങ്ങാട് വന്നിട്ടില്ലായിരുന്നു. ചായയും വായുട്ട ചാവ. അപ്പോൾ കാഞ്ഞങ്ങാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് പോവാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ഇന്ന് എന്താണ് ഉള്ളത്, റൂട്ട് മാർച്ച് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് അച്ഛനെയും കൂട്ടിയിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് വിചാരിക്കുന്നതല്ലോ ഉറപ്പുണ്ട്. എന്റെ മോനെ കമന്റ് അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മോള് വലിയ കുറവൊന്നുമില്ല. സത്യമായിട്ട് പോകും. പിന്നെ പോവാതെ എന്റെ മോനോട് പറഞ്ഞാലും പോവാതിരിക്കാം. പിന്നെ ഞാൻ എന്താ പറയാ പറയാൻ വന്നത്, അയ്യോ ഞാനൊരു കാര്യം പറയട്ടാ പൊന്നട്ടെ. ഞാനെന്താ പറയാൻ വന്ന വെച്ചാല് അങ്ങനല്ല, അതായത് നമ്മളിപ്പോ കൊറേ നാളായിട്ട് വ്ളോഗ് കാര്യങ്ങള് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തരാം. അപ്പോൾ ഞാൻ ഇന്നലെ ഹൗസിന്റെ ഒരു ആക്ടിങ് വീഡിയോ ഇട്ടു, സുജാതന്റെ വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും റീൽസ് എടുക്കും, അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. റീൽസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ടേക്ക് അല്ലെങ്കിൽ 2 ടേക്ക് അത്രേ എടുക്കാറുള്ളൂ. കുറേ ടേക്ക് എടുത്തിട്ട് ഇങ്ങനെ മുള ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. അപ്പോൾ അതിൽ അടി കൊടുക്കുന്ന സ്ലാബ്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാറില്ല, ഇങ്ങനെ അടി കൊടുക്കുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അടി കൊടുക്കുന്നത് ശരിയായില്ല. അത് അടി കൊടുക്കുന്നത് ശരിയാവേണ്ടല്ല, 2 റോളും ഹൗസ് തന്നെ ചെയ്തപ്പോൾ എഡിറ്റിങ്ങിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. കാരണം ചെറിയൊരു -സെക്കൻഡ് കൂടി കട്ട് ചെയ്യേണ്ട ഉണ്ടായിരുന്നു, എന്നാലേ അത് കറക്റ്റ് ആവുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എഡിറ്റിങ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാൻ മറന്നു. എഡിറ്റിംഗ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അന്നും അങ്ങനെ ഇതുപോലെ ഒരു പാട്ട് പാടുമ്പോൾ ലിപ്പ് സിങ്ക് ആയിട്ടില്ല പറഞ്ഞിട്ട് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രൊഫഷണൽ ആയിട്ട് എഡിറ്ററൊന്നുമല്ല, വീഡിയോ എടുക്കുന്ന ആളും പ്രൊഫഷണൽ ആയിട്ടില്ലല്ലോ. നമ്മളിങ്ങനെ ടിക്ടോക്ക് സമയത്ത് എടുത്തിട്ട് ഒരു പരിചയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് എടുക്കണം, പോസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പോവുക അങ്ങനൊന്നുമില്ല. ഇപ്പം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നോക്കിയിട്ടില്ല. ഒന്നാമത് എൻ്റെ ഫീൽഡ് പറയുന്നത് ബ്യൂട്ടീഷ്യൻ ഫീൽഡാണ്. അപ്പം എനിക്ക് പാർലറുണ്ട്, 10 വർഷമായി ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകണം. കുട്ടികളുണ്ട് പഠിക്കാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലാകുമ്പോൾ ഇത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുപോകണം. പിന്നെ മോളുടെ കലാപരമായിട്ടുള്ള കഴിവ് ജസ്റ്റ് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ഈ ഷോർട്ട് ഫിലിം, സീരിയല്, സിനിമ, വെബ് സീരീസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ ക്യാരക്ടർ എത്രത്തോളം ശരിയായി എന്നുള്ള രീതിയിൽ ഒരു എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാന്നുള്ള രീതിയിൽ പോവാം. ഞാൻ പൊതുവെ ഈ റീൽസ് എടുക്കുമ്പോൾ 1 ടേക്ക് 2 ടേക്ക് അത്രേ പോവുള്ളൂ. ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞങ്ങൾ 2-3 കുറേ ക്യാരക്ടറായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അത് വെള്ളം കൊണ്ട് എടുത്തോളൂ സാർ. കുറേ ക്യാരക്ടറായിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഡയലോഗ് പഠിച്ചിട്ടൊന്നും ചെയ്യുന്നൊന്നല്ല. ഹൗസ് ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും, എന്താ അമ്മ പറയണ്ടേ? ഞാൻ പറയാം എന്ന് പറയും. ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ പറയും, മോളെ ഈ ഡയലോഗാണ് പറയേണ്ടത്, ഇവിടെ സ്ഥലത്ത് നോക്കിയിട്ട് പറയണം എന്ന് ഉള്ളത് പറയും. അത് കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ റീൽസിന് ഞങ്ങൾ അങ്ങനെ ഭയങ്കര ആക്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തത് എന്താ വെച്ചാൽ, ഇപ്പോൾ വേറൊരാളുടെ ലിപ്പ് കൊടുക്കണ ആക്ടിങ് ഒക്കെ പൊതുവേ എന്ന് പറയുന്നത് നമ്മൾ സിനിമേൻ്റെ സീന് പിന്നെ ആരെങ്കിലും ചെയ്ത സീനൊക്കെ ആണെങ്കിൽ ലിപ്പ് കൊടുക്കുക ചെയ്യണത്. ലിപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരാൾ ചെയ്ത അതേപോലെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അവരുടെ ഒരു മോഡുലേഷനും കാര്യങ്ങളും ഒന്നും വരില്ല. പിന്നെ അത് വേറൊരാളുടെ സീനാണ്, നമുക്കായിട്ട് അതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഫണ്ണി ആയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. റീൽസ് ചെയ്യുന്നതിൽ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇപ്പോൾ ഹൗസിൻ്റെ റിയാലിറ്റി ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലൊക്കെ അവൾ എന്താണോ ഒരു ആക്ടിങ്ങിന് വേണ്ട അത് അവൾ നന്നായിട്ട് 100% കൊടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ ആയാലും കുറിഞ്ഞായാലും അതുകൊണ്ടാണ് അവൾക്ക് അവാർഡുകളൊക്കെ കിട്ടിയതെന്നാണ്. റീൽസിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടാറില്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് അതിൽ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ ആഗ്രഹം. പിന്നെ റീൽസിൽ വൈറലായാൽ സിനിമയിൽ കൊണ്ടുപോകും, അങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കുറേ ആൾക്കാരുടെ വിചാരമുണ്ട്. അതങ്ങനെ ഒന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൗസിൻ്റെ റീൽസ് വൈറലായ പോലെ ഒന്നും ഏത് കുട്ടികളുടെ റീൽസ് ഒന്നും വൈറലായിട്ടില്ല. ടിക്ടോക്ക് മുതൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്ത് നടക്കാം. അങ്ങനെയല്ല, സിനിമയിൽ
ഇപ്പോൾ ഓരോ ഡയറക്ടർക്കും ഓരോ ക്യാരക്ടറിന് ഉണ്ടാവും. ആ ക്യാരക്ടറിന് മാച്ച് ആയിട്ടുള്ള കുട്ടിയാണോ നോക്കിയിട്ടായിരിക്കും അവിടെ എടുക്കുക. പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികളുടെ റോളൊക്കെ ആണെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സിന് ഇവർക്ക് അറിയുന്ന കുട്ടികൾ, അവരുടെ ബന്ധുക്കൾ, ഫ്രണ്ട്സിൻ്റെ കുട്ടികൾ, അവർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് അത്രയും ആക്ടിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ കാസ്റ്റിങ്ങിലൂടെ എടുത്താലും തന്നെ എനിക്ക് തോന്നുന്നില്ല കാസ്റ്റിങ്ങിലൂടെ ആണ് അങ്ങനെ എടുക്കുന്നത്. കൂടുതലായി പറഞ്ഞറിഞ്ഞിട്ടുള്ള അറിവ്, മുമ്പേ ചെയ്ത എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ട് എനിക്കറിയണ്ടത്. എനിക്ക് എല്ലാം അറിയില്ലല്ലോ, കുറച്ചൊക്കെ അറിയില്ലായ്മയുണ്ട്. ചിലപ്പോൾ അങ്ങനെയാണോന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ റീൽസിന് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ്. പിന്നെ കലാപരമായിട്ടിപ്പോൾ നാടകം, സ്കൂളിൽ നാടകം, മോണാക്ട് ഇതിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. പിന്നെ റീൽസൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ടേക്ക് അത്രേ ചെയ്യുള്ളൂ, കൂടുതൽ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഡാൻസൊക്കെ ആണെങ്കിൽ തന്നെ അവൾ ജസ്റ്റ് ഒന്ന് നോക്കി 2 പ്രാവശ്യം നോക്കി അത് ചെയ്യാൻ പറയുമ്പോൾ സ്പോട്ടിൽ ചെയ്യുന്നത്. ഇപ്പോൾ കലോത്സവത്തിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച മുമ്പേ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ കുറ്റം പറഞ്ഞു എന്നല്ല പറയണത്, നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. റീൽസ് നന്നായി കാണാനായിരിക്കും. പക്ഷേ ഒന്നാമത് മോളിപ്പോൾ 6th സ്റ്റാൻഡേർഡായി, പഠിക്കാൻ ഒരുപാടുണ്ട്, ഹോംവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ റീൽസിൻ്റെ പിന്നാലെ അങ്ങനെ കൂടുതലായി ഇപ്പം കാണുന്നുണ്ടാവും. അങ്ങനെ റീൽസ് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഞാൻ ഇടാറില്ല. മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ദിവസം 1, 2, 3 ഒക്കെ ആയിട്ട് ഇടാറുണ്ട്. ഇപ്പോൾ ചില സമയം 1 ഇടും, ചില സമയം 2 ഇടും. അത്ര ഇട്ടു ഇല്ല, ചില സമയം 2-3 ദിവസമൊക്കെ ഇടാറേ ഇല്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റീൽസിന് ഞാൻ അങ്ങനെ വലിയ വാല്യൂ കൊടുക്കണില്ല. അപ്പോൾ ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുക, റീൽസൊക്കെ ഫണ്ണി ആയിട്ട് എടുക്കുക. അതിലൊന്നും പിന്നെ വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ആ ദിവസം ഒരു വടിവേലുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ 6 മില്യൺ, ഫേസ്ബുക്കിൽ അത്ര 10 മില്യണോ അങ്ങനെയൊക്കെ അടിച്ചു, യൂട്യൂബിൽ അങ്ങനെ കുറേ മില്യനൊക്കെ അടിച്ചതാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ തന്നെയാണ്. എന്താ പോലെ പുള്ളും മോനെ പുള്ളും. ഞാൻ പറഞ്ഞോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ പൊള്ളുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഉരച്ച് ചൂടാക്കി കഴിഞ്ഞാൽ കൈ പൊള്ളുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ പറയട്ടെ, ആ വടിവേലുവിന്റെ ആ കോമഡി, അത് വടിവേലുവിന്റെ കോമഡി ആയിരുന്നു. അപ്പൊ കുറെ ആൾ തമിഴിൽ ചെയ്ത കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് മലയാളത്തിൽ ചെയ്യാന്ന് വിചാരിച്ചു. ആ അവസരം കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ അതിൽ കുറേ നല്ല നല്ല കമന്റ്സ് ഒക്കെ, ഇഷ്ടംപോലെ നല്ല കമന്റ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ പറയണത് വെച്ചാൽ കുറെ ആൾക്കാർ വീഡിയോ റീച്ച് ആവുന്ന സമയത്ത് നല്ല അടിപൊളിയാണ്, നന്നായി ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് വടിവേലു കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ അതിനകത്ത് കുറെ കമന്റ്സ് ഉണ്ട്. എന്താ വെച്ചാൽ വടിവേലുവിന്റെ വീഡിയോ ആണ്, എന്നാലും അത് മോളെ സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റാത്തെന്നുള്ള രീതിയിൽ അതിൽ കമന്റ് ബോക്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് വടിവേലിന്റെ കോമഡി നമ്മൾ അത് മോള് ചെയ്യുന്നു, അത് കോപ്പി തന്നെയാണ്. ഇപ്പൊ ഇഷ്ടം പോലെ ഇപ്പൊ ഒരു റീൽസ്, ഒരു സോങ്, ഡാൻസിന്റെ സോങ് വന്നു കഴിഞ്ഞാല് അതേ സ്റ്റെപ്പാണ് ഒരു 5000 പേരും ചെയ്യുന്നത്. അപ്പൊ അത് കോപ്പിയല്ല അല്ല. അതെ, ആ ദിവസം ഒരു ഡയലോഗ് എടുത്തിട്ട് അത് മലയാളത്തിൽ ചെയ്യുമ്പോൾ അത് കോപ്പി എന്ന് പറയും. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ് ചിലരുടേത്. ചില ആൾക്കാർ പറഞ്ഞിട്ട് വടിവേലുണ്ട് കോമഡിയാണ്, എന്നാലും ഹൗസിന്റെ സ്റ്റൈലിൽ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുന്നതാണ് ഒരു ശരിക്കുള്ള. നമ്മളങ്ങനെ ഒരാളെ ചില ആൾക്കാര് പറഞ്ഞിട്ടുള്ളത് ഇതിനെ പറ്റി കുറ്റം പറയാണ്. അതെ, അതെ, ഗർഭപാത്രത്തിനെ കുറ്റം പറയണ അതൊന്നും അല്ല. അത് നമുക്കറിയാലോ. ഇപ്പൊ റീൽസ് അല്ല റിയൽ ലൈഫ് എന്ന് അറിയുന്ന കുട്ടികളാണ് എല്ലാ ആൾക്കാരും. ഇപ്പോൾ റീൽസിൽ നമ്മൾ പറയണ പോലെ, ഇപ്പൊ ഹൗസ് റീൽസിൽ പറയുന്ന പോലെ ക്യാരക്ടർ അല്ല ഹൗസിന്റെ ശരിക്കും. ഹൗസ് ഇപ്പൊ ഒരു അടിപൊളി ആയിട്ടുള്ളൊരു സംഭവം റീൽസിൽ നമ്മൾ ഡയലോഗെല്ലാം കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവൾ കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ ശരിക്കും എങ്ങനെയാണ് ഹൗസ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഹൗസ് ഭയങ്കര പാവാണ് സത്യം പറയുന്നത്. ഹൗസ് ടീച്ചേഴ്സ് തന്നെ പറയും അവള് സ്മാർട്ടാണ്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും, പക്ഷെ ഭയങ്കര പാവാണ് എന്ന് പറയും. പക്ഷെ റീൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുരുത്തം കെട്ട കുട്ടിയായിട്ടാണ് തോന്നുന്നത്. അതാണ് റീൽസും റിയലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. റീൽസ് നമ്മളൊരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ ഡയലോഗ് പറയുന്നു, പ്രസന്റ് ചെയ്യുന്നു. അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിച്ചത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു കമന്റ് കണ്ടപ്പോൾ ബാഡായിട്ടല്ല കേട്ടോ, അത് ഞങ്ങളുടെ അഭിപ്രായം കൊണ്ട് നിങ്ങൾക്ക് അറിയണമല്ലോ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുമ്പോൾ
നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്നും കൂടി ഞങ്ങളും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല ഓ ഇത്രയധികം പറയാനുണ്ടോ സ്റ്റേജിൽ? അപ്പൊ വേറൊന്നില്ല വേറൊന്നില്ല. അപ്പൊ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളതെല്ലാം വായിക്കാറുണ്ട്, നോക്കാറുണ്ട്. നല്ല നല്ല കമന്റ്സിന് സ്വാഗതം. നല്ല ഞങ്ങളെ പുകഴ്ത്തി പറയണമെന്നല്ല, നിങ്ങളെ ക്രിറ്റിസിസം പറയുമ്പോഴും ഇതേപോലെ, അതായത് മോളെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മോള് എന്താണ് ഇപ്പോൾ ഹെയർ സ്റ്റൈല് പറയുകയാണെങ്കിൽ മുടി വിരിച്ചിട്ടിട്ട് പോയിട്ടാകുമ്പോൾ അതിനേക്കാളും നന്നായിരിക്കും മുടി മടഞ്ഞിട്ടുണ്ടാവുമല്ലേ. ഇങ്ങനൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ നല്ലതായിരിക്കും. അല്ല അറിയാമോ, നേരത്തെ അവനത് ചൂടാക്കിയിട്ട് എന്റെ കയ്യിൽ വെക്കുന്നു, ഇങ്ങനെ വെക്കാൻ വേണ്ടി ഞാൻ വെച്ചില്ലേ, അവൻ എന്നെ വെച്ചോണ്ട് ഞാനത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഓൻ ആദ്യം എടുത്ത് വരച്ചിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ പൊള്ളുന്നത്. ഇത് കൈയിട്ട് ഞാൻ നോക്കാം, മരുന്ന് വെച്ചറാം. അതാ പൊട്ടിച്ചും ചെയ്തു. അത് എനിക്ക് വെക്കാൻ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇത് എന്താ പറയാ ഇവിടെ സംഭവം, ഇത് റബ്ബറിന്റെ കായാണ്. ഇത് എന്താ വെച്ചാൽ ഇങ്ങനെ ഉരച്ച് ചൂടാവൂലേ, എന്നിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് നേരത്തെ രസത്തിൽ ഇങ്ങനെ ചെയ്തോണ്ട് അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞു, മോനെ ഇത് ആക്കി കഴിഞ്ഞാൽ പൊള്ളും. അത് ഹൗസിന്റെ കൈത ഇങ്ങനെ പൊള്ളിയ പോലെ പൊള്ളിയിട്ട് കല വരും, ഇങ്ങനെ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അത് പൊങ്ങി. കണ്ടതാ അത് അങ്ങനെ പൊങ്ങി പറിച്ചെടുത്ത്. അതാണ് ഇപ്പൊ ഇവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേറൊന്നില്ല, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ നല്ല വൃത്തിക്ക് കെട്ടിത്തന്ന ആ മുടി ചക്കൻ ഒരു കുത്തല് പൊട്ടിച്ചു. പോയാലോ അതിന് നമുക്ക്? അപ്പൊ നമ്മള് പോവാൻ നിൽക്കാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാ കമന്റ്സിലും നിങ്ങളുടെ അഭിപ്രായത്തിനും എല്ലാത്തിനും സ്വാഗതം. പിന്നെ നിങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സിനും നന്ദി. ഇനിയും ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. നിങ്ങളെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങളെ ഓരോ ലൈക്കും കമന്റ്സും ഷെയറും ഒക്കെ നമുക്ക് ഉള്ള ഒരു സ്നേഹം തന്നെയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. കുറേ വിശേഷങ്ങൾ ഇനിയും ഉണ്ട് നിങ്ങളോട് പറയാൻ. അപ്പൊ ഇതല്ല അല്ലാതെ അവാർഡിന്റെ കുറെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇനി വരുന്ന വീഡിയോകളിൽ ഞങ്ങള് ഒരുപാട് ട്രിപ്പുകളും അങ്ങനെയുള്ള വെക്കേഷനല്ലേ വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ മുടങ്ങാതെ നിങ്ങൾ എല്ലാ വീഡിയോസും കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഷീക്കു, ഇങ്ങനെയാണ്. ബൈ പോണ്ടേ, വൈൻഡപ്പ് ചെയ്യണ്ടേ? ഹൗസ് വൈൻഡപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഇതിൻ്റെ ബാക്കിയും കൂടി എൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള കാര്യം. അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് വന്നു, പോപ്കോണൊക്കെ വാങ്ങി കഴിച്ച് സിനിമ കണ്ടതിന് ശേഷമുള്ള റിവ്യൂ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സിനിമ കഴിഞ്ഞതിന് ശേഷം ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയത്. നമ്മൾ സിനിമ കണ്ടിട്ട് വന്നു. ഞാൻ നന്നായി കരഞ്ഞു. എന്നാതെ എനിക്ക് ഇമോഷണൽ സീനൊന്നും കണ്ടേ പറ്റുകയില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരാൻ കാരണം എന്താ വെച്ചാൽ അവർ ഇത്രയും എന്താണ് കഷ്ടപ്പെട്ടിട്ടാണല്ലോ അവരെ പ്രതിരോധിച്ച് നിന്നതെന്നൊക്കെ ആലോചിച്ചപ്പോൾ അവരുടെ ഓരോ വേദനയൊക്കെ നമുക്കും ഇങ്ങനെ ഫീലായി, ഉൾക്കൊണ്ട്. നമ്മൾ വീണാ മുറിയുന്നത് കത്തി കൊണ്ടാണ്, കുക്ക് ചെയ്യുന്ന സമയത്തുള്ള കത്തി കൊണ്ട് മുറിയുന്നല്ലേ, ചെറു ഉറുമ്പ് കടിക്കുന്ന അത്രയില്ല. അവരത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത്. എല്ലാവർക്കും ഫീലാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ ലയിച്ച് ഇങ്ങനെ ശരിക്കും ഇത് കഥയല്ല, ഫാൻറ്റസി അല്ല, റിയൽ ആയിരുന്നല്ലോ, ഇതൊക്കെ അവരെ അനുഭവിച്ചായിരുന്നല്ലോ എന്ന് തോന്നുമ്പോഴേ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല. നമുക്കത് ഫീലാവും. അത്രയും അടിപൊളി സിനിമയാണ്. ചാവ അല്ലേ? ചാവല്ലേ? ചാവ. എനിക്ക് പേര് സിനിമ ചാമ്പ എന്നൊക്കെ മാറിപ്പോണ്. പുലിക്കുട്ടി എന്നാണ്. അപ്പോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അടുത്ത തിയേറ്റർ ഉണ്ടെങ്കിൽ പോയി കാണാം. ഞങ്ങളവിടെ ഇപ്പോഴാണ് കേട്ടോ വന്നത്. കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ദൂരം പോകേണ്ട വെച്ച് നമ്മളുണ്ടായിരുന്നു. അപ്പോൾ കാഞ്ഞങ്ങാട് വന്നപ്പോൾ ഞങ്ങൾ പോയി കണ്ടു. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ച സംഭവങ്ങൾ നമുക്ക് കണ്ണിൽ റിയലായിട്ട് കാണാൻ പറ്റി. അത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതൊക്കെ കാണണം. നമ്മൾ കഥയിലൊക്കെ കണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഒരു പ്രാവശ്യമെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫീൽ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.
അപ്പോൾ കാണാത്തവരുടെ വീട്ടിൽ സിനിമ കാണാം കേട്ടോ. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ടാറ്റാ.